ആരാകും കേരള മുഖ്യമന്ത്രി? ആകാംക്ഷയ്ക്ക് ഡൽഹിയിൽ വിരാമമാകുമോ? എല്ലാ കണ്ണുകളും ഇപ്പോൾ ഡൽഹിയിലേക്കാണ്. കോൺഗ്രസ് നേതൃത്വവുമായി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേരുകാർ കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അവർ കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തും. കെ.പി.സി.സി. പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും ഇപ്പോൾ ഡൽഹിയിലുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഇവരുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അത് സമവായത്തിലൂടെ സാധ്യമാകുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഏവരും ഉറ്റുനോക്കുന്നത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ കെ.സി. വേണുഗോപാലിൻ്റെ വസതിക്ക് സമീപം നിന്ന് ചേരുന്നു. അർജുൻ പീതാംബരൻ, എന്തൊക്കെയാണ് കെ.സി.യുടെ വീടുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അവിടെ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ ചർച്ചകൾ, അതൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? വി ദിലീപ് കുമാർ, കാര്യങ്ങൾ സങ്കീർണം തന്നെയാണ്. കെ.സി. വേണുഗോപാലാണ്. നിലവിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ലോധി എസ്റ്റേറ്റിലെ 51 നമ്പർ വസതിക്കകത്ത് ഇപ്പോഴുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ വസതി. അതിനകത്ത് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി വീട്ടിൽ തന്നെയാണുള്ളത്. നമ്മൾ പ്രതികരണത്തിന് വേണ്ടി ഒന്നും തന്നെ അദ്ദേഹം അതിൽ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷന്റെ വിളി കാത്ത് ഈ വസതിയിൽ ഇരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറയാൻ സാധിക്കും. വീടിനകത്തിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ആ ഒരു നമ്പേഴ്സിലാണ്, MLA-മാരുടെ എണ്ണത്തിലാണ് കെ.സി. വേണുഗോപാലിന് ഏറ്റവും അധികം ആകാംക്ഷയും ആത്മവിശ്വാസവും ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ കോൺഗ്രസ് അധ്യക്ഷനുമായിട്ടുള്ള ഈ നേതാക്കളുടെ ചർച്ച എന്നുള്ളൊരു വിവരമാണ്, എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് അല്പസമയത്തിനകം തന്നെ ആ ഒരു സമയത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും വിളി ലഭിച്ചാൽ ഉടൻ തന്നെ കെ.സി. വേണുഗോപാലും കോൺഗ്രസ് അധ്യക്ഷനെ കാണാനായിട്ട് പോകും. പിന്നീട് അവിടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. 3 പേരും ഫ്രണ്ട് റണ്ണേഴ്സായി നിൽക്കുന്നു. അതിൽ തന്നെ വലിയ തോതിൽ വിവാദം പുകയുന്നുണ്ട്, സങ്കീർണമാണ്. അപ്പോൾ ചർച്ചയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും അധികം ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്. നിലവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന കാര്യങ്ങൾ അത് 3 പ്രധാനം. MLA-മാരുടെ നമ്പറുകൾ, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ വികാരം, പൊതുവികാരം. അതിനപ്പുറത്തേക്ക് കെ.സി. വേണുഗോപാൽ എന്ന് പറയുമ്പോൾ AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് പാർട്ടിയുടെ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു ഗ്രീൻ സിഗ്നൽ, അദ്ദേഹത്തിന്റെ തട്ടകം ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് മാറ്റണമെങ്കിൽ അദ്ദേഹത്തിന് വളരെ അനിവാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഉറ്റുനോക്കപ്പെടുന്നത്. നേതാക്കളുമായി ഈ ഹൈക്കമാൻഡ് ഒറ്റയ്ക്കും അതുപോലെ തന്നെ ഒരുമിച്ചും കാണാനുള്ള സാധ്യത ഇന്ന് ഉണ്ട്. അതല്ലെങ്കിൽ നാളെ രാവിലെയും കാണാം. എന്തായാലും ഈ ചർച്ചയിൽ മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് വി ദിലീപ് കുമാർ ഇപ്പോൾ ഉറ്റുനോക്കപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.